ഇതൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇത് ചെറിയ കായ്കൾ. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. കഴിഞ്ഞ ദിവസം നമ്മളൊരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് തൊടുപുഴയ്ക്ക് വന്നിരുന്നു. കുട്ടികളെയൊക്കെ കൂട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടോ. അപ്പം ആദ്യമേ ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനായിട്ടാണ് വന്നത്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളുടെ കാര്യം ആദ്യമേ അങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് സമയത്ത് കടകളൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല ഡെക്കറേഷൻസും പുതിയ ടൈപ്പ് സ്റ്റാറും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ? കുട്ടികൾ പെട്ടെന്ന് വലുതാവുന്നൊരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ചെരുപ്പിൻ്റെ സൈസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചെരുപ്പ് എടുക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. നമ്മൾ എത്രയാണെങ്കിലും ഏറ്റവും ആദ്യം കാണുന്ന കണ്ണിലുടയ്ക്കുന്ന അതിൽ തന്നെയായിരിക്കും നമ്മൾ കറങ്ങി തിരിച്ചെത്തുന്നതെന്ന് എനിക്ക് ശരിക്കും ബോധ്യം വന്നു. കുട്ടികളുടെ പേര് പറഞ്ഞ് വന്നാലും നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് നോക്കുന്നതാണ് നമ്മുടെ ഫേവറേറ്റ് ടൈം. അതിൻ്റെ അകത്ത് കളറുണ്ടത്. അറിയില്ലേ, ഇത് മിക്കി മൗസ്. അത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നേ. മിക്ക ആൺകുട്ടികൾക്കും ഏറ്റവും ഇഷ്ടം ഇതുപോലെ വണ്ടികളുടെ പിക്ചേഴ്സുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ മോന് വേണ്ടി ഇത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. കൈയൊക്കെ ഭയങ്കര ആവിയായിരിക്കോ എന്തോ. ഒരു സൂത്രം കാണിക്കട്ടെ, ഇവിടെ നോക്കിക്കോണേ. ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ടോ? വേറെ കളർ വരുന്നുണ്ടോ? മാജിക്ക അറിയിച്ചിട്ട് എന്തോ അതിൽ കീ ഇല്ല മറിക്കുട്ടി. സോഫ്റ്റാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒക്കെ കൂടെ കിടത്തുന്ന കൂട്ട് പാവയാ അത്. എവിടെ? അതിപ്പോഴാണല്ലോ കണ്ടേ അത്. അപ്പം നമ്മുടെ മൗണ്ടനിൽ സ്നോഫാൾ പോലെ നമുക്ക് തോന്നും. എല്ലാവരും പോയി.
അപ്പം നമ്മുടെ ചെടിയുടെ ഷോപ്പിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ തൊടുപുഴയിൽ തന്നെയുള്ള 2 കടയിലൊക്കെ കയറണമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ഇരട്ടിയതും മഴയൊക്കെ കാരണം നമുക്ക് ആകെ ഒരു കടയിൽ മാത്രമേ ശരിക്കും ഒന്ന് കാണാനും കയറാനൊക്കെ പറ്റുള്ളൂ. ഇത് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും റോസയും അതുപോലെ ഓർക്കിഡിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി അന്വേഷിച്ച് വന്നതാണ്. ഇതാണ് കേട്ടോ സ്ട്രോബെറി ചെടി. അപ്പോൾ ഇതിൽ ഇപ്പം ഫ്രൂട്ടില്ല, എങ്കിലും ഫ്രൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇതിലിവിടെ അധികം ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവിടെ വളരെ ചെറിയ പ്ലാവൻ തൈയെ പോലും ചക്ക ഉണ്ടായി കിടക്കുന്നതും മാവയിലൊക്കെ കുഞ്ഞു പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. ഇത് ചുവന്ന നെല്ലിയുടെ തൈയാണ് കേട്ടോ. അപ്പോൾ ചുവന്ന നെല്ലിയും പച്ച നെല്ലിയും ഒക്കെ ഉണ്ടെന്നുള്ളത് പുതിയ അറിവാണ്. ഇതൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇത് ചെറിയ കായ്കള്. ഇതൊക്കെ പ്ലാസ്റ്റിക് പോട്ടാണ് കേട്ടോ, പക്ഷെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല രസമായിരിക്കും ഇതൊക്കെ. വേറെ കുഞ്ഞു ഷോപ്പിങ്ങുകൾ കൂടി ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളധികം പുറത്തിറങ്ങിയതുമില്ല. ഈ ഒരു മിടുക്കനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവൻ അമ്മേനെ സഹായിക്കുന്നതൊക്കെ കണ്ട് ഞാനും എൻ്റെ മക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പ എവിടെ നിന്ന് കാണിക്കും. എന്നെ Thank you, bye. Thank you. ഇന്ന് അത്താഴത്തിന് പുറത്തുനിന്ന് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങളൊന്ന് പോന്നിരിക്കുന്നത്. ഞാൻ പറയാം
പിന്നെ ഇന്നത്തെ കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.